ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ശ്യാമയാണെങ്കിൽ അഡ്വാൻസ് പൈസ അഖിലിന്റെ കൊടുക്കുന്നു. അഖിൽ വാങ്ങിയിട്ടാണെങ്കിൽ തിരിച്ചു കൊടുക്കുകയാണ്. ഇത് അച്ഛന്റെ അമ്മയുടെയും കൊടുത്താൽ മതി, ഞാൻ കൊടുത്താലൊന്നും വാങ്ങില്ല എന്നൊക്കെ പറയുന്നു. ശ്യാമ അപ്പോൾ പറയണം, അഖിൽ സാറിനെ അവർ സ്വന്തം മകനെ പോലെയാണ് കാണുന്നതെന്ന്. അഖിൽ അപ്പോൾ പറയുന്നു, അച്ഛനും അമ്മയും എന്നെ മകനെ പോലെയല്ലേ കാണുന്നത്, അതുകൊണ്ട് ഞാൻ സഹായിക്കണം. എന്തായാലും എല്ലാ മാസവും ഞാൻ കുറച്ച് പൈസ തരാം, അത് ശ്യാമയുടെ പൈസയാണെന്ന് പറഞ്ഞു കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നു. അഖിൽ പറയുന്നുണ്ട്, ഇനിയും തൊട്ട് താൻ പച്ചക്കറി കടയിലേക്ക് വരണ്ട, താൻ പാട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നു. ആ സമയത്താണെങ്കിൽ ശ്യാമ പറയുന്നുണ്ട്, സാറ് തനിച്ച് ശരിയാകുമോ എന്നൊക്കെ. അഖിൽ അതൊന്നും കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം, തന്നെയാണെങ്കിൽ എനിക്ക് വേണം, പക്ഷെ തന്റെ പാട്ടാണെങ്കിൽ ഈ ലോകത്തിന് മൊത്തം വേണമെന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ റൂമിലേക്കാണെങ്കിൽ ജയന്തി വരുന്നു. ജയന്തി ആണെങ്കിൽ അഡ്വാൻസ് പൈസ തപ്പുകയാണ്. അവസാനം ആ പൈസ കിട്ടുന്നു. അതും എടുത്തുകൊണ്ട് റൂമിൽ നിന്നും വെളിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴേക്കും ശ്യാമ അവിടെ വരുന്നു. ശ്യാമ ചോദിക്കുകയാണ്, എന്താണ് ഇവിടെയെന്ന്. ജയന്തി അപ്പോൾ പറയുന്നുണ്ട്, കഴിക്കാൻ വിളിക്കാൻ വന്നതാണെന്നൊക്കെ. പക്ഷെ ശ്യാമയ്ക്ക് മനസ്സിലാകുന്നുണ്ട് പൈസ എടുത്തിട്ടുണ്ടെന്ന്. കയ്യിൽ നിന്നും പൈസ വാങ്ങുന്നു. ജയന്തിയോട് പറയുന്നുണ്ട്, ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്നൊക്കെ. ജയന്തിക്ക് ഇപ്പോൾ ദേഷ്യം വരുന്നുണ്ട്. ജയന്തി പറയാണ്, ഇവിടുത്തെ ചെലവൊക്കെ നോക്കുന്നത് അരവിന്ദേട്ടനാണ്, നിങ്ങളും പൈസ തരണമെന്നൊക്കെ പറഞ്ഞിട്ട് ആ പൈസ വീണ്ടും തട്ടിപ്പറിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ശ്യാമയോട് പറയാണ്, ആ പൈസ നീ തിരിച്ചു തന്നേ പറ്റൂ, അല്ലെങ്കിൽ നിന്റെ തലമണ്ടയെ അടിച്ചു പൊട്ടിക്കുമെന്നൊക്കെ പറയുന്നു. അവിടെ ഒരു പിടിവലി തന്നെ നടക്കുകയാണ്. അവസാന പിടിവലിയിലാണെങ്കിൽ ജയന്തിയുടെ തല ഭിത്തിയിൽ അടിക്കുന്നുണ്ട്. ജയന്തി അപ്പോൾ ദേഷ്യപ്പെടുകയാണ്, ഇതിന് ഞാൻ പകരം വീട്ടിയിരിക്കും, 3 ദിവസത്തിനുള്ളിൽ നിങ്ങളെ ഈ വീട്ടിൽ നിന്നും ഓടിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു. പിന്നീട് അടുത്ത ദിവസം അഖിലാണെങ്കിൽ പച്ചക്കറി വിറ്റുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജയന്തി അവിടേക്ക് വരുന്നു. ജയന്തി ആണെങ്കിൽ എല്ലാ പച്ചക്കറികളും എടുക്കുകയാണ്. വീട്ടിലേക്ക് ആവശ്യത്തിന് വേണമെന്ന് പറഞ്ഞിട്ട് അഖിലാണെങ്കിൽ ഞാൻ എടുത്തു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കേൾക്കുന്നില്ല. ജയന്തി തന്നെ എടുക്കുകയാണ്. ആ സമയത്ത് പച്ചക്കറി വാങ്ങാൻ വന്നവർക്കും ജയന്തി ആണെങ്കിൽ ഒരുപാട് പച്ചക്കറി എടുത്തു കൊടുക്കുകയാണ്. പച്ചക്കറി വിൽക്കുന്നതെല്ലാം തടസ്സം ചെയ്യുകയാണ്. ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ട്. അവിടെ നിൽക്കുന്നവരാണെങ്കിൽ എത്ര പൈസ ആയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അഖിൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആകുകയാണ്. എത്രമാത്രം ജയന്തി എടുത്ത് കൊടുത്തതെന്നൊന്നും മനസ്സിലാകുന്നില്ല. അഖിൽ കൺഫ്യൂഷൻ ആയി നിൽക്കുന്നത് കണ്ടിട്ട് ജയന്തി പറയുന്നുണ്ട്, ഇവന് കണക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ. അവിടെ നിൽക്കുന്നവരപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കണക്ക് കൂട്ടി പറ, ഞങ്ങൾക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ജയന്തി പച്ചക്കറി എല്ലാം എടുത്തതിന് ശേഷം അഖിലിനോട് പറയുന്നുണ്ട്, ഞാൻ വിളിച്ചുകൊണ്ട് വന്ന ഓട്ടോയ്ക്ക് പൈസ കൊടുക്കണം, അതിന് പൈസ താന്നും പറഞ്ഞ് അഖിലിനോട് ചോദിക്കുന്നു. അഖിൽ പൈസ എടുക്കുമ്പോഴേക്കും കയ്യിലിരിക്കുന്ന പൈസ മൊത്തം തട്ടിപ്പറിച്ചു വാങ്ങുകയാണ്. ഇത് മൊത്തം എന്റെ കയ്യിലിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പൈസയുമായിട്ട് ജയന്തി ഓട്ടോയ്ക്ക് പോകുന്നു. അഖിൽ വീട്ടിൽ വന്നതിന് ശേഷം ശ്യാമയോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ജയന്തി കടയിൽ വന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. അത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ശ്യാമ പറയുന്നുണ്ട്, ഇപ്പൊ തന്നെ ചോദിച്ചിട്ട് കാര്യമെന്ന്. അതിനുശേഷം ജയന്തിയുടെ അടുത്തേക്ക് ശ്യാമ ചെല്ലുന്നു. ശ്യാമ ജയന്തിയെ പോയി ചോദ്യം ചെയ്യുന്നുണ്ട്, ഇത് എന്റെയും കൂടെ വീടാണ്, നിങ്ങൾക്കാണെങ്കിൽ ഇവിടെ നിന്ന് പോകണമെങ്കിൽ പൊക്കോളൂ, ഞാൻ വേണമെങ്കിൽ അരവിന്ദേട്ടനോട് പറഞ്ഞേക്കാം, നിങ്ങളുടെ വീട്ടിൽ പോയി നിന്നോളാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ജയന്തി അപ്പോൾ പറയുന്നുണ്ട്, എന്റെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ. ശ്യാമ അപ്പോൾ പറയാണ്, നിങ്ങളുടെ അച്ഛനാണെങ്കിൽ കള്ളു കുടിച്ചിട്ട് പ്രശ്നമുണ്ടാക്കും, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്നോണമെന്നൊക്കെ പറയുന്നു. ശ്യാമ പോയതിനു ശേഷം ജയന്തി വിചാരിക്കുന്നുണ്ട്, ഇവള് പണ്ട് ഇങ്ങനെയല്ലായിരുന്നല്ലോ, ഇപ്പൊ തിരിച്ചൊക്കെ പറയാൻ തുടങ്ങിയല്ലോ എന്നൊക്കെ. ശ്യാമയാണെങ്കിൽ അഖിലിനെ ആഹാരം കഴിക്കാൻ വിളിക്കുന്നുണ്ട്. അഖിൽ അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് വിശക്കുന്നില്ല, നമുക്ക് വേറെ വീട് വാടകയ്ക്ക് എടുത്ത് താമസിച്ചാലോ എന്നൊക്കെ ചോദിക്കുന്നു. ശ്യാമ അപ്പോൾ പറയുന്നുണ്ട്, ജയന്തിയേട്ടത്തി പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട, അവർക്ക് ഞാൻ നല്ല ഡോസ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ കുറച്ച് കഴിയുമ്പോൾ അപ്പൂനെ ഇവിടെ നിന്നിറക്കും, അതിനുശേഷം അച്ഛനെയും അമ്മയും എല്ലാം അവർ ഇറക്കി വിടും, അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ പറയുന്നു. ശ്യാമയാണെങ്കിൽ അഖിലിനെ നിർബന്ധിച്ചു കൊണ്ടുപോകുന്നു. അതിനുശേഷം ശ്യാമ കഴിക്കാനൊക്കെ എടുത്തു കൊടുക്കുന്നു. ആ സമയത്ത് ജയന്തി വീണ്ടും കുത്തുവാക്ക് പറയാനായിട്ട് ചെല്ലുന്നുണ്ട്. പക്ഷെ ശ്യാമ തടയുന്നുണ്ട്. എത്ര പ്രാവശ്യം പറഞ്ഞ ഡയലോഗ് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഇതൊക്കെ കേട്ടുമെടുത്തു, വേറെ എന്തെങ്കിലും പറയാനെന്നൊക്കെ പറയുന്നു. ജയന്തിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് ശ്യാമയുടെ അടുത്ത് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ. അതിനുശേഷം ജയന്തിയും അവിടെ നിന്നും പോകുന്നു. പിന്നീട് വസുന്ധരാമ്മയാണെങ്കിൽ ഒരു ഓട്ടോ പിടിച്ച് അഖിലിന്റെ കടയുടെ മുന്നിലേക്ക് വരുന്നു. അതിനുശേഷം ഓട്ടോക്കാരനോട് പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ച് പച്ചക്കറി എനിക്ക് വാങ്ങിത്തരണം, ഞാൻ ലിസ്റ്റ് എഴുതിയിട്ടുണ്ട്, ഈ ലിസ്റ്റിലുള്ള എല്ലാ പച്ചക്കറിയും വാങ്ങിത്തരണം, ബാലൻസ് പൈസയൊന്നും വാങ്ങണ്ട, ഇത്രയും പൈസയും കൊടുത്തേക്കണം എന്നൊക്കെ പറയുന്നു. വസുന്ധരാമ്മയ്ക്കാണെങ്കിൽ അഖിലാണെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നത് കണ്ടിട്ട് ഒരുപാട് സങ്കടമാകുന്നു. എന്റെ മോൻ ഈ അവസ്ഥ വന്നല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ്. കാരൻ ലിസ്റ്റ് കൊണ്ടുപോയി അഖിലിന് കൊടുക്കുന്നു. അഖിൽ പച്ചക്കറിയുടെ ലിസ്റ്റ് കണ്ടിട്ട് ഓട്ടോക്കാരനോട് ചോദിക്കുന്നുണ്ട്,
ഇത്രയും സാധനം വേണമെന്ന് ഓട്ടോക്കാരൻ അപ്പോൾ പറയുന്നുണ്ട്. ഇതൊരു വലിയ വീട്ടിലേക്കാണെന്നൊക്കെ. അതിനുശേഷം അഖിൽ പച്ചക്കറി എല്ലാം എടുത്തു കൊടുക്കുന്നു. ഓട്ടോക്കാരൻ പൈസ കൊടുക്കുന്നു. അതിനുശേഷം ഓട്ടോക്കാരനാണെങ്കിൽ ഉടനെ വണ്ടിയിൽ കയറി പോകാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് അഖിൽ പൈസ എണ്ണിയിട്ട് പറയുന്നുണ്ട് ബാലൻസ് ഉണ്ടെന്ന്. അത് പറഞ്ഞിട്ടാണെങ്കിൽ ഓട്ടോക്കാരന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഓട്ടോക്കാരൻ അപ്പോൾ പറയുന്നുണ്ട് അത് തിരിച്ചു തരണ്ട, നിങ്ങൾ തന്നെ വെച്ചോളാനെന്ന്. അഖിൽ അപ്പോൾ പറയുന്നുണ്ട് അത് ശരിയാകത്തില്ല, നിങ്ങൾ വാങ്ങണമെന്നൊക്കെ. ആ സമയത്താണ് പുറകിലിരിക്കുന്ന വസുന്ധരാമ്മയെ കാണുന്നത്. വസുന്ധരാമ്മയെ കാണുമ്പോൾ അഖിൽ ചോദിക്കുകയാണ്, ഓ അമ്മയുടെ പണിയാണോ ഇതൊക്കെ, ഇവിടെയും എന്നെ തകർക്കാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നു. വസുന്ധരാമ്മ അപ്പോൾ പറയണം ആ പൈസ നീ വെച്ചോളാനെന്ന്, നിനക്ക് തന്നതാണെന്ന് പറയുന്നു. അഖിൽ അപ്പോൾ പറയുന്നുണ്ട് എക്സ്ട്രാ പൈസയൊന്നും എനിക്ക് വേണ്ടാന്നൊക്കെ. വസുന്ധരാമ്മ അപ്പോൾ പറയുന്നുണ്ട് നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നീ വീട്ടിലേക്ക് വരാനെന്ന് പറയുന്നു. അഖിൽ അപ്പോൾ പറയുന്നുണ്ട് ശ്യാമയില്ലാതെ ഞാൻ ഒരിക്കലും അങ്ങോട്ട് വരില്ല എന്നൊക്കെ. വസുന്ധരാമ്മ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇത് നിന്റെ ഉറച്ച തീരുമാനമാണോ എന്ന്. അപ്പോൾ ആണെന്ന് തന്നെ പറയുന്നു. അതിനുശേഷം ബാലൻസ് പൈസയാണെങ്കിൽ അഖിൽ ഒരു പിച്ചക്കാരന് കൊടുക്കുന്നു. അത് കൊടുത്തതിന് ശേഷം വസുന്ധരാമ്മയുടെ അടുത്തേക്ക് അഖിൽ വരുന്നു. അഖിൽ പറയാണ് എന്റെ അമ്മ എപ്പോൾ എന്റെ ശ്യാമയെ അംഗീകരിക്കുന്നു അപ്പോൾ മാത്രമേ ഞാനും അങ്ങോട്ട് വരത്തുള്ളൂ എന്ന് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ വസുന്ധരാമ്മയാണെങ്കിൽ ഓട്ടോയിൽ ഉടനെ തന്നെ പോകുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്